ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാനലിലേക്ക് ഒരു കോപ്പി റൈറ്റ് ഏനെയാണ് വരുന്നത്. അങ്ങനെ കോപ്പി റൈറ്റ് വന്നാൽ അത് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 തരത്തിൽ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കോപ്പി റൈറ്റ് വരാം. കോപ്പി റൈറ്റ് ആയിട്ട് വരാം, കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ആയിട്ട് വരാം, കോപ്പി റൈറ്റ് ക്ലെയിം ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്താണ് കോപ്പി റൈറ്റ്, ആ ഒരു കോപ്പി റൈറ്റ് ആയി നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ സ്ട്രൈക്കും ക്ലെയിമും നമുക്ക് എന്താണ് അതിനെ റിമൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കോപ്പി റൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടേത് അല്ലാത്ത മ്യൂസിക്, അതായത് ഏതെങ്കിലും ഒരു സിനിമ ഫ്രീ അല്ലാത്ത ഏതെങ്കിലും മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്താൽ അത് കോപ്പി റൈറ്റ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മളൊരു സിനിമ പാട്ട് അതെങ്കിലും ഒരു സിനിമ ഡയലോഗ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്താൽ അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് അതല്ലെങ്കിൽ യൂട്യൂബ് അത് നമുക്ക് കോപ്പി റൈറ്റ് തരും. അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഓണർ അത് കോപ്പി റൈറ്റ് പ്രോസസ്സ് ആക്കി വെച്ചിടും. അത് ആരെങ്കിലും ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അതിനകത്തേയും കോപ്പി റൈറ്റ് വരും. അപ്പോൾ ഇതാണ് കോപ്പി റൈറ്റ്. അപ്പോൾ ഈ ഒരു കോപ്പി റൈറ്റ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് കാണിക്കും എന്താണ് നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും കോപ്പി റൈറ്റ് ഉണ്ട് എന്ന് കാണിക്കും. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ ആ ആഡ് ചെയ്ത സോങ്ങിന് അയക്കാം, അതല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത മറ്റേ ഡയലോഗിന് അയക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനൊരു കോപ്പി റൈറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കോപ്പി റൈറ്റ്. അതായത് നമ്മളൊരു സോങ്ങോ അല്ലെങ്കിൽ ഒരു ഡയലോഗോ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്താൽ, ഫ്രീ ആയിട്ട് അല്ലാത്ത നമ്മൾ ആഡ് ചെയ്താൽ അത് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കോപ്പി റൈറ്റ് വന്നാൽ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യാം? പക്ഷേ ഈ കോപ്പി റൈറ്റ് വന്നാൽ നമ്മൾ ചാനലിനെ ബാധിക്കും വെച്ചാൽ കോപ്പി റൈറ്റ് വന്നാൽ നമ്മൾ ചാനലിനെ ബാധിക്കില്ല, അത് വീഡിയോക്കും ബാധിക്കില്ല. വീഡിയോക്കൊക്കെ റീച്ച് ഉണ്ടാവും, നമ്മുടെ ചാനലിന് അത് അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ സ്ട്രൈക്കും ക്ലെയിമും വന്നാൽ നമ്മുടെ ചാനലിനെ ബാധിക്കും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ അപ്പുറത്തെ ആ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ കോപ്പി റൈറ്റ് അങ്ങനെ ബാധകമില്ല. അപ്പോൾ ഈ കോപ്പി റൈറ്റ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ആ കോപ്പി റൈറ്റിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ട്രിം ചെയ്യുക, അതല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക, അതെല്ലാം എനിക്ക് അതോറിറ്റി ആയിട്ടുള്ള ലൈസൻസിന് അപ്രൂവ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാം, ആയത് കമ്പനിയാണ് നമുക്ക് കോപ്പി റൈറ്റ് തന്നത്, ആ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ഇതാക്കിയിട്ട് അവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് ലൈസൻസ് മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യാം, ആ സോങ് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഇപ്പോൾ ഒരു 30 സെക്കൻഡിൻ്റെ ഒരു 30 സെക്കൻഡിനാണ് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. അതായത് ആ ഒരു ഭാഗം നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി ട്രിം ചെയ്ത് കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 30 സെക്കൻഡിൻ്റെ ഭാഗം നമുക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒന്നെങ്കിൽ നമുക്കത് മ്യൂട്ട് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്താൽ ട്രിം ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്ത് വീണ്ടും നമ്മൾ റീ അപ്ലോഡ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ കോപ്പി റൈറ്റ് നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആയി, അതായത് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യുക, ഇങ്ങനെയാണ് നമുക്കൊരു കോപ്പി റൈറ്റ് നമ്മുടെ ചാനലിൽ റിമൂവ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ ട്രിം ചെയ്യുക, അതല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്യുക, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആൾക്ക് മെസ്സേജ് അയച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ കോപ്പി റൈറ്റ് കിട്ടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് മാത്രം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതായത് മറ്റുള്ള തേർഡ് പാർട്ടി ആപ്പിൽ നിന്നോ അതല്ല യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക്കോ, അതായത് മലയാളം സിനിമ മ്യൂസിക്കോ ഒന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ കോപ്പി റൈറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ലഭിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ പോയി, അതായത് യൂട്യൂബ് സ്റ്റുഡിയോ തുറന്ന് യൂട്യൂബ് ലൈബ്രറിയിൽ പോയാൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് മ്യൂസിക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള, അതായത് സിനിമാ പാട്ടും ഒന്നും കിട്ടില്ല എന്നുള്ളൂ, പക്ഷെ നമുക്ക് ഫീഡായിട്ടും നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള സോങ്സൊക്കെ നമുക്ക് മ്യൂസിക് നമുക്ക് കിട്ടാവുന്നതാണ്. അത് നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമുക്ക് കോപ്പി റൈറ്റ് കിട്ടില്ല, അത് കോപ്പി റൈറ്റ് ഫ്രീ മ്യൂസിക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അതെല്ലാം എന്നുണ്ടെങ്കിൽ എൻ സ്ക്രീനിലും കൊടുക്കുക, അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുക, മാക്സിമം എല്ലാവരും കോപ്പി റൈറ്റ് ഇല്ലാതെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ നോക്കുക. അതായത് ഈ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യണതാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നുള്ള മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സിനിമാ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ആ മ്യൂസിക്കിൽ ചേഞ്ച് വരും, അതിൻ്റെ ബീറ്റിലോ സൗണ്ടിലൊക്കെ ചെറിയൊരു ബീച്ചൊക്കെ വരുത്തി ആ സോങ്ങിനൊരു രൂപമാറ്റം ഒരു പക്ഷേ കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എന്താണ് കോപ്പി റൈറ്റ് എന്നുള്ള സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ വന്നിരിക്കും. ബൈ.